ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിലേക്കാണ് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതിലേക്കാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പേ ലെവൽ എന്ന് പറയുന്നത് 10 ആണെന്ന് ഓർത്തിരിക്കുക. വേക്കൻസി 3 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് എഞ്ചിനീയറിംഗ് ഫോട്ടോണിക്സ് അവിടെ 10 ആണ് പേ ലെവൽ, 2 വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സിവിൽ ആണ്, അതിൽ പേ ലെവൽ എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ആണ് പിന്നീട് വിളിച്ചിരിക്കുന്നത്, പേ ലെവൽ 4 ആണ്. പിന്നെ അസിസ്റ്റന്റ് ക്യാൻറ്റീൻ മാനേജർ എന്ന് പറയുന്ന പേ ലെവൽ 6 ആണ്. സോ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വേക്കൻസീസ് ഓരോ കാസ്റ്റിന്റെ ബേസിസിലുള്ള വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് അവിടെ വേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ബിഒ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക് വിത്ത് ഫസ്റ്റ് ക്ലാസ് ബിഒ ബിടെക് എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം ഇലക്ട്രോണിക്സിൽ. അതുപോലെ തന്നെ എംഎസ്സി ഡിഗ്രി, അത് എംഎസ്സി ഫസ്റ്റ് ക്ലാസ് ഇലക്ട്രോണിക്സ് ഉള്ള പാസ് ആയവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ വെച്ചാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കിട്ടുന്നത് ബേസിസിലാണ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് നോക്കിയിരിക്കുക. ഇവിടുത്തെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. രണ്ടാമത് വിളിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഫോട്ടോണിക്സിലേക്ക്, അവിടെയും ബിഒ ബിടെക് ഇൻ ഫോട്ടോണിക്സ് ബിഒ ബിടെക് ഉണ്ടായിരിക്കണം, വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ എംഎസ്സി വിത്ത് ഫസ്റ്റ് ക്ലാസ് ഫോട്ടോണിക്സ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നത് 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ എന്ന് പറയുന്നുണ്ട്. പിന്നീട് വിളിച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് സി എന്ന് പറയുന്ന പോസ്റ്റാണ്. അവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് 3 വർഷത്തെ ഇവിടുത്തെ ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കാം. നെക്സ്റ്റ് അസിസ്റ്റന്റ് ആണ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻ ഏതെങ്കിലും ഒരു ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ സെൻട്രൽ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഓർ PSU ഓർ ഓട്ടോണോമസ് ബോഡി ഇൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓർ പർച്ചേസ് ഓർ അക്കൗണ്ട് റിലേറ്റഡ് മാറ്റേഴ്സ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പറയുന്നുണ്ട്. ഇവിടുത്തെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് ക്യാൻറ്റീൻ മാനേജർ ആണ്. ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ തത്തുല്യമായിട്ടുള്ള എന്ത് ക്വാളിഫിക്കേഷൻസ് ആണോ അതുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം അവർക്ക് വേണ്ടത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ജസ്റ്റ് നോക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14 മെയ് 2025 വരെയാണ് ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിരിക്കുന്നത് ഓർത്തിരിക്കുക. ഇനി ഇവിടുത്തെ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പേ ലെവൽ 10 എന്ന് പറയുമ്പോൾ 2 എഞ്ചിനീയറിംഗ് പോസ്റ്റ്, അതായത് എഞ്ചിനീയറിംഗ് ഫോട്ടോണിക്സും എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന 2 പോസ്റ്റിലേക്കും വരുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നീട് സബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നീട് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. പക്ഷേ ബാക്കിയുള്ള പോസ്റ്റ് അസിസ്റ്റന്റ് സിവിൽ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ക്യാൻറ്റീൻ മാനേജർ, ഇതിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പിന്നെ ഒരു സബ്ജക്റ്റീവ് ടെസ്റ്റ്, പിന്നെ സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഇവിടുത്തെ നിങ്ങൾക്ക് ആദ്യം അപ്പോയിൻമെന്റ്, നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് പ്രൊവിഷൻ പീരീഡ് ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കുക. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് PDF ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ പിന്നെ ആപ്ലിക്കേഷൻ ഫീ നോക്കാം. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 250 രൂപയാണ് ജനറൽ OBC EWS കാൻഡിഡേറ്റിന് വരുന്നത്. ബാക്കി കാൻഡിഡേറ്റ് ആയ SC ST വുമൺ അതുപോലെ ദിവ്യാങ് കാൻഡിഡേറ്റിൽ നിന്നും എക്സാം ഫീസ് ഇല്ലെന്ന് ഓർത്തിരിക്കുക. ഇനി ഓർത്തിരിക്കുക, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് April 7, 2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 14 മെയ് 2025 ഓർത്തിരിക്കുക. അതോടൊപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് www.rri.res.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്ലൈ ചെയ്യുക. താങ്ക് യു.